യഥാർത്ഥത്തിൽ PS പ്രശാന്ത് കുറ്റവാളിയാണ് എന്ന് EP ജയരാജൻ പറയണമെങ്കിൽ എന്താ ഇതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ്? ദേവസ്വം ബോർഡും അതിൻ്റെ ഉദ്യോഗസ്ഥരും മന്ത്രിസഭയും ഒക്കെ കൂടി തീരുമാനിച്ച ഒരു സ്വർണ്ണക്കൊള്ള എന്നല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ BJPക്ക് CPM-നെതിരെ ഇനി സമരം ചെയ്യാൻ പറ്റും. വാസവനും കടകംപള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി പിണറായി വിജയനിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് കുറെ കൂടി ഒരു അഗ്രസീവ്നെസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവസ്വം വകുപ്പ്. ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ള, അതിൻ്റെ കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണവും പ്രതികളെ കണ്ടെത്തിയതിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടുന്ന ആ അവസാനത്തെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിൻ്റേത്. ഇത് അന്നത്തെ പിണറായി വിജയൻ സർക്കാരിൽ ഉൾപ്പെട്ട പ്രമുഖർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയല്ലേ? തീർച്ചയായിട്ടും. കാരണം PS പ്രശാന്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നലായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇതിനകത്ത് കുറ്റക്കാരനാകാൻ സാധ്യത കുറവാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ SIT അദ്ദേഹത്തെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. പ്രതി ചേർത്തു എന്ന് മാത്രമല്ല, PS പ്രശാന്തിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് CPM പുറങ്കാല് കൊണ്ട് തട്ടിയെറിഞ്ഞത് എന്നുള്ളത് ഈ CPM-ലേക്ക് കൂടുമാറിപ്പോകുന്ന ഏത് കോൺഗ്രസ്സുകാരനും ഏറ്റവും വലിയ പാഠമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു വിഷയമല്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ PS പ്രശാന്ത് കുറ്റവാളിയാണ് എന്ന് EP ജയരാജൻ പറയണമെങ്കിൽ എന്താ ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ്? ശരിക്കും ഇത് പിണറായി വിജയൻ്റെ നിയമനങ്ങളാണ്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇടപെട്ട നിയമനങ്ങളാണ്. അത് തന്നെയാണ്. അതായത് ഇന്ന് PS പ്രശാന്തിൻ്റെ വിഷയത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള EP ജയരാജൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന വരും ദിവസങ്ങളിൽ കേരളത്തിലെ CPM-നകത്തുണ്ടാകാൻ വേണ്ടി പോകുന്ന പരസ്യമായ ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. ഒന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, അത് ഗോവിന്ദ മാഷക്കെതിരെ. ഇത് രണ്ടാം ഘട്ടമാണ്. കാരണം എന്താ? PS പ്രശാന്തിനെ ദേവസ്വം വകുപ്പിൻ്റെ ചെയർമാനാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഹമ്മദ് റിയാസാണ്. അപ്പം പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കുറേ കാലമായി ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാകാൻ യോഗ്യതയുള്ള എത്രയോ CPM-ൻ്റെ നേതാക്കന്മാർ, പരിണതപ്രത്യരായിട്ടുള്ള നേതാക്കന്മാർ, അവരോട് അനുഭാവം കാണിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ സമയത്താണ് പൊടുന്നനവെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPM-ലേക്ക് എത്തിയ ഒരാളെ ദേവസ്വം ബോർഡ് പോലുള്ള ഉന്നതമായിട്ടുള്ളൊരു പദവി നൽകി ആദരിക്കുന്നത്. അപ്പോൾ പ്രശാന്തിൻ്റെ ഈ പോസ്റ്റിങ്ങിൽ അന്നത്തെ CPM നേതാക്കന്മാർക്ക് തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളതാണ് ജയരാജൻ സഖാവ് പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, പല രീതിയിലുള്ള അപകടങ്ങളും ഇനി വരാൻ വേണ്ടി പോകുന്നു, അതൊന്നും താങ്ങാൻ ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ തയ്യാറല്ല എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ്. ഒന്ന്. രണ്ട്, ഈ കേസിൻ്റെ വിഷയം എന്താ? പിണറായി വിജയൻ ഭരണത്തിൽ വന്ന 10 വർഷത്തിനുള്ളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ പദവിയിലുണ്ടായ എല്ലാവരും അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തിരിക്കും. ചെയർമാൻ മാത്രമല്ല, ചെയർമാനോട് കൂടി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൂടെ 2 അംഗങ്ങളും ഉണ്ടാവുന്നു. ആ അംഗങ്ങളും അറസ്റ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പഴയ അംഗങ്ങൾ അടക്കം അറസ്റ്റിലായി വരികയും പത്മകുമാറും അതിനുശേഷം വന്ന ദേവസ്വം അധ്യക്ഷൻ N വാസുവും അറസ്റ്റിലായി. അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവ്, അല്ലെങ്കിൽ അവരുടെ പങ്കിതിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായതിനു ശേഷം മറ്റൊരു പ്രസിഡന്റ് കൂടി ഇതിൽ അറസ്റ്റിലാകുമ്പോൾ ഇതിനർത്ഥം ഇത് ദേവസ്വം ബോർഡും അതിൻ്റെ ഉദ്യോഗസ്ഥരും മന്ത്രിസഭയും ഒക്കെ കൂടി തീരുമാനിച്ച ഒരു സ്വർണ്ണക്കൊള്ള എന്നല്ലേ? PS പ്രശാന്തിനെ പോലെ CPM-ന് അത്രമേൽ അടുത്തറിഞ്ഞിട്ടില്ലാത്ത, വളരെ കുറച്ചു കാലത്തെ മാത്രം ആത്മബന്ധമുള്ള ഒരാൾ ദേവസ്വം ബോർഡിൽ പാർട്ടി നേതൃത്വം അറിയാതെ എന്തെങ്കിലും ചെയ്യും എന്ന് പവിക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ SIT പ്രശാന്തിൽ അവസാനിപ്പിക്കുകയല്ല, അത് ശ്രീ TM വാസവനിലേക്ക്, കടകംപള്ളി സുരേന്ദ്രനിലേക്കും വാസവനിലേക്കും എത്തും. വാസവനും കടകംപള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതെ, അപ്പോൾ അതെന്തായാലും പിണറായി വിജയനിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ശബരിമല പോലുള്ള ഒരു ദിവ്യ സന്നിധാനത്തെ തന്നെ ഇത്രയും വലിയ കൊള്ളയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതൃത്വം വിധേയമാക്കി എന്ന് പറഞ്ഞാൽ
ഏതൊക്കെ മേഖലകളിൽ ഇത്തരം കൊള്ള സംഘങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഓർമ്മിക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊരു ആശങ്ക മനസ്സിനകത്തുണ്ട്. എത്രത്തോളം ഈ സ്റ്റേറ്റിനെ ചതിക്കുന്ന രീതിയിൽ, ഈ സ്റ്റേറ്റിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അദ്ദേഹം ഇത് ചോദിച്ച് വാങ്ങിയതുപോലെയുണ്ട് ഈ ദേവസ്വം വകുപ്പ്. കാരണം നിരന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏറ്റവും അവസാനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കുറ്റപത്രം സാധാരണ 90 ദിവസത്തിനുള്ളിലൊക്കെയാണ് കുറ്റപത്രം സമർപ്പിക്കാറ്. ഇതിപ്പോൾ മാസങ്ങളായി, 6 മാസമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് പലരും ജാമ്യം കിട്ടി രക്ഷപ്പെട്ടു പോയി. എങ്കിലും ലാബ് പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇനി കാത്തു നിൽക്കാൻ കഴിയില്ല. ഈ മാസം 31-ാം തീയതിക്ക് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ കോടതി വേറെയുമുണ്ട്, ഞങ്ങൾ മറ്റു കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനിയും കുറച്ചാൾ ഇതിൽ കുടുങ്ങാനുണ്ട്, അവരെ കുടുക്കിയിട്ട് മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. തീർച്ചയായിട്ടും. കാരണം കെ മുരളീധരൻ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വേറിട്ട വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ്. കാരണം എല്ലാ ദിവസവും അദ്ദേഹം KPCC പ്രസിഡന്റ് അല്ലാതിരുന്നിട്ട് പോലും എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി സംവദിക്കുകയും ചെയ്തിട്ടുള്ളൊരു നേതാവാണ് കെ മുരളീധരൻ. അതുമാത്രമല്ല, കാസർഗോട്ട് നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥ, ആ ജാഥ ചെങ്ങന്നൂരിൽ സമാപിക്കുന്നതിനിടയിൽ കേരളത്തിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു കോളിളക്കം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും പ്രവർത്തനത്തിലും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനം നടത്തിയ ഒരു ലീഡർ കൂടിയാണ് ശ്രീ കെ മുരളീധരൻ. അത് മാത്രമല്ല, അദ്ദേഹം ശബരിമല അയ്യപ്പൻ്റെ ഒരു ഉത്തമനായിട്ടുള്ള വിശ്വാസിയാണ്. നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ശ്രീ കെ മുരളീധരൻ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആദരണീയനായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ പാലിച്ചു വന്നിരുന്ന ഒരു ആചാര ശൈലി, ഒരു അനുഷ്ഠാന രീതി അതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ട് കെ മുരളീധരനും ശബരിമല അയ്യപ്പൻ്റെ ഒരു ഡിവോട്ടിയായിട്ട്, ഒരു ഉറച്ച വിശ്വാസിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ മുതൽ കട്ടവരെ ഉള്ളിലാക്കുന്നത് വരെ അക്ഷീണമായിട്ടുള്ള പ്രയത്നവും പോരാട്ടവും അദ്ദേഹം നടത്തും. പ്രത്യേകിച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് കുറേ കൂടി ഒരു അഗ്രസീവ്നെസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ മുരളീധരന് ഈ വിഷയത്തിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അവസാനമായി പറഞ്ഞാൽ, ഇത് ഈ ഒരു അറസ്റ്റോടുകൂടി ഒതുങ്ങിപ്പോയി എന്ന് കരുതിയിരുന്ന ശബരിമല കേസ്, സ്വർണ്ണപ്പാളി കേസൊക്കെ വീണ്ടും പുറത്തു വരികയും പ്രധാന പ്രമുഖരൊക്കെ അറസ്റ്റിലാകാനുള്ള സാധ്യത കൂടി വരികയുമല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ BJPക്ക് CPM-നെതിരെ ഇനി സമരം ചെയ്യാൻ പറ്റില്ല, CPM-ന് BJPക്കെതിരെയും സമരം ചെയ്യാൻ പറ്റില്ല. ഇതിനി കോൺഗ്രസും UDF-ഉം ഏറ്റെടുത്ത് ഈ സമരം വിജയിപ്പിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം രണ്ടുപേരും കാട്ടുകള്ളന്മാരാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, വിശ്വാസി അല്ലാത്തവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസി അല്ലാത്തവർ സ്വർണം കട്ടപ്പോൾ അതിനകത്ത് ഒരു ദൈവനിന്ദ പല ആളുകൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. കാരണം അവർ വിശ്വാസികളല്ല, അവരാണ് സ്വർണം കണ്ടത്. പക്ഷെ ദൈവത്തിൻ്റെ പേരിൽ അധികാരത്തിലിരിക്കുന്നവരുടെ പേരാണ് BJP എന്ന് പറയുന്നത്. അതും രാമക്ഷേത്രത്തിൻ്റെ പേരിൽ അധികാരത്തിലിരിക്കുന്നവരാണ്, അയോധ്യയുടെ പേരിൽ അധികാരത്തിലിരിക്കുന്നവരാണ്. ഇന്ത്യ മുഴുവൻ ഇഷ്ടിക ജാഥ നടത്തി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ്റെ ഇതിഹാസം മുഴുവൻ കൊണ്ടുവന്ന് എഴുതി വച്ച് ഇന്ത്യയുടെ മതേതരത്വത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ, ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങളിലെ കല്ലുകൾ തകർത്ത് അവിടെ ശ്രീരാമക്ഷേത്രം പണിയണം എന്നാഗ്രഹിച്ച് അവിടെ ശ്രീരാമക്ഷേത്രം വന്നപ്പോൾ അതിൻ്റെ സോൾ ക്രെഡിറ്റ് സ്വന്തമാക്കിയ പാർട്ടിയാണ് BJP. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാതി കർമ്മങ്ങൾ എല്ലാം നടത്തിയപ്പോൾ അതിൻ്റെ ആചാര്യ പുരുഷനായിട്ട് ഇരുന്നത് പോലും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെയുള്ള അയോധ്യയിൽ വെള്ളിയാഭരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു, സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു, ഭണ്ഡാരത്തിലെ കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്നു, ഫോറിൻ കറൻസികൾ നഷ്ടമാകുന്നു. ആ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് ചോദ്യം ചെയ്യപ്പെടുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ഒരു ട്രസ്റ്റി മെമ്പറായി കണ്ടിട്ടുള്ള അനിൽ മിശ്ര അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഒരുപാട് മിശ്രമാർ, ഏകദേശം 8ഓളം പേർ ആ കേസിലെ പ്രതിപട്ടികയിലേക്ക് പോകുന്നു. BJP ഒന്നടങ്കം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ തല താഴ്ത്തി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ അയോധ്യയിൽ നടത്തുന്നതും ഇവിടെ എന്താണ്
ശബരിമലയിൽ നടത്തുന്നതുമെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള അജണ്ടകളാണ്. ആ അജണ്ടയിൽ ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ പ്രതികളാണ്, ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ CPM-ഉം.